നമ്മൾ എണ്ണ അടിക്കാൻ വന്നതാണ്. രാത്രി എണ്ണ അടിക്കേണ്ടതായിരുന്നു, പക്ഷെ രാത്രി പിന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോയി, ടൈം കിട്ടിയില്ല. നമ്മളെ ചങ്ക് ചങ്ക് चंगे चंग चंग चंगे चंगे आपका नाम क्या? मेरा नाम मालूम नहीं. रात किधर है? रात में तो इधर ही था. इधर ही है. इधर नहीं है, इधर ही है. हाँ. ഇന്ന് പ്രത്യേകിച്ച് ഓട്ടം കാര്യങ്ങളൊക്കെ നമ്മളൊരു 3 മണി 4 മണിക്ക് ശേഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ തന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാഡം ഹോസ്പിറ്റലുണ്ട്, വർക്ക് ചെയ്യുക, ഡോക്ടറാണ്. അപ്പോൾ മാഡത്തിന് എടുക്കാൻ വേണ്ടി വന്നതാണ്. മാഡത്തിനടുത്ത് ഇവിടെ ഫ്ലാറ്റ് കൊടുന്നാക്കിയാൽ പിന്നെ അതിൻ്റെ ശേഷം വലിയ ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചുമ്മാക്കെ കഴിഞ്ഞൊരു 3 മണി 4 മണിൻ്റെ ശേഷമൊക്കെ ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ മൊത്തം കാലിയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ട്രാഫിക് ഇത്ര കുറവ് പറഞ്ഞാൽ വണ്ടികളില്ല എന്ന് തന്നെ പറയാം. മദ്രസൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഈ പോക്കൊന്നും പോകാൻ പറ്റില്ല, പതുക്കെ പോകാൻ പറ്റും. കാരണം അമ്മാതിരി ബ്ലോക്ക് ചെയ്യുക. നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ ഗൾഫിൽ വണ്ടി ഓടിക്കാനാണ് ഏറ്റവും സുഖം. എന്നെ സംബന്ധിച്ചല്ല, ഒരുവിധം ഡ്രൈവർമാരൊക്കെ അഭിപ്രായം തന്നെ. നാട്ടിൽ 6 വരിപ്പാതൊക്കെ വന്ന ഒരുപാട് വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം. അതിൽ ജസ്റ്റ് ഒരു 60 സെക്കൻഡിൻ്റെ 30 സെക്കൻഡിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ തന്നെ എത്ര പോലെ ഒരുപാട് എന്താ പറയുക നിയമലംഘനങ്ങൾ കാണാം. 60 സെക്കൻഡിൻ്റെ വീഡിയോയിൽ തന്നെ ഓട്ടോറിക്ഷകൾ റോങ് സൈഡിൽ യൂട്ടേൺ അടിക്കുന്നത്, റോങ് സൈഡിൽ എൻ്റർ ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യണത്. പക്ഷെ അതൊക്കെ കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഗൾഫിൽ കുറച്ച് പിന്നെ 1 വർഷം വണ്ടി ഓടിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ജസ്റ്റ് ഒരു 30 സെക്കൻഡിൻ്റെ വീഡിയോ ഞാനിപ്പോൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അതിൽ തന്നെ ഒരുപാട് നിയമലംഘനങ്ങൾ. അതൊക്കെ നമ്മളെ നാട്ടിലെ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ അതിന് കറക്റ്റായിട്ട് ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കണം. ഇത്തരം സ്പീഡിൽ പോകുന്ന ട്രാക്കായിട്ടും ഇതുപോലുള്ള സ്ക്രീനുകളും പരസ്യങ്ങളും ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാടുണ്ട്. പക്ഷേ അതിലേക്ക് നോക്കിയിട്ട് ആരുടെയും കൺട്രോൾ പോവേ വണ്ടി പോയിടിക്കുക എന്നും കേട്ടിട്ടില്ല. പക്ഷെ നാട്ടിലൊരു ചെറിയ പരസ്യം, വണ്ടിമേ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ കൺട്രോൾ പോവും, ആക്സിഡൻ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ എന്ത് ന്യായമാണുള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലോ വലിയ ടീമിന്, വലിയ ടെക്സ്റ്റൈൽസ്, ഗോൾസൂക്ക്, അങ്ങനത്തെ വലിയ സംഭവങ്ങളോ KSRTC ഇതിമൊക്കെ പരസ്യം ഇട്ടിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഒരു രാജ്യം 2 നിയമം. ആ കാണുന്നതാണ് നമ്മുടെ മാഡം വർക്ക് ചെയ്യണ ഹോസ്പിറ്റൽ. അന്തലൂസിയ ഹോസ്പിറ്റൽ, ജിദ്ദ, ജാമ്യ എന്ന സ്ഥലത്ത്, ജിദ്ദയിൽ. സൂര്യനൊക്കെ ഉദിക്കണുള്ളൂ, പക്ഷെ അപ്പോൾ ഇവിടെ നേരമൊക്കെ വെളുത്ത്. ഇത് ഹോസ്പിറ്റല്. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ആദ്യം ബിൽഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ജിദ്ദ മിഷൻ 2030 ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റി. അപ്പോൾ അതിൽ പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. രാവിലെ വണ്ടി കയറുമ്പോൾ ഒരു കട്ടൻ ചായ മേടിച്ചിരുന്നു. അത്
വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മറന്ന് തണുത്ത്. പൊതുവെ ഇവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് AC ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ചായ വണ്ടിയിലിരിക്കണത് എൻ്റെ ഓർമ്മ മനസ്സിൽ നിന്ന് പോയ. അപ്പം തണുത്ത് മാഡത്തിനെ റൂം കൊണ്ടാക്കി. പിന്നെ അതിൻ്റെ ശേഷം പ്രത്യേകിച്ച് ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചുമയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മണിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ. മിക്ക ഹോസ്റ്റവർമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും ചിലർക്കെങ്കിലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒന്നും ഒഴിവില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ടീം എനിക്കറിയാം. പിന്നെ വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റൽ വിസയിൽ തന്നെ ഉറക്ക് വിസ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നൊരു വിസ ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാവിലെ ഒരു മദ്രസ ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പം. ബാക്കി പിന്നെ 24 മണിക്കൂറിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഓട്ടം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ ടൈം ഫ്രീ തന്നെ. അങ്ങനെയുള്ള ഡ്രൈവർമാരുണ്ട്. അതാണ് പറഞ്ഞത്, ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഹോസ്റ്റർ ജോലിയിൽ മെയിനായിട്ട് ലക്കാണ്, ഭാഗ്യം എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം അടിപൊളിയല്ലേ. എൻ്റെ ഒരു സൗദിയാ തോന്നുന്നു. പുള്ളിക്കാരൻ മീൻ പിടിക്കാൻ പോപ്പില്ല തോന്നുന്നു. ചൂണ്ടൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. ചൂണ്ട ഉള്ളിലൊക്കെ എടുത്ത് വെച്ച്. ചൂണ്ടൻ്റെ കവർ വണ്ടിൻ്റെ മേലുണ്ട്. അതെടുക്കാൻ മറക്കുമോ? ഇല്ല, ചൂണ്ടയാണത്. മീൻ പിടിക്കുക അതിനെന്തോ വേറെന്തോ പേരുണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ല. ചുമ്മാ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡാണിത്. പിന്നെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് അറിയാലോ, ഒരുവിധം പ്രവാസികൾക്കൊക്കെ ബിരിയാണി കഴിക്കാമല്ലോ. നമ്മളെ ഫുഡ് നോക്കാം. അടിപൊളി. അപ്പം അതിന് കുറച്ചെടുത്ത് പ്ലേറ്റ് ഇട്ട് ബാക്കി അതാ അവിടെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ. അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓട്ടം കാര്യങ്ങളുള്ള. ചുമ്മാ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇവിടെ കമ്പനിക്കാരുടെ അടുത്തൊക്കെ പോയി. പിന്നെ വന്ന് ഉറങ്ങി. ഇപ്പം നീച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാഡം വിളിക്കുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല. അപ്പോൾ പോയി നോക്കട്ടെ. ചെറിയ എന്തെങ്കിലും പരിപാടിയാവും. ഓട്ടം പോകാനല്ലോ, വേറെ എന്തോ ഒരു വീടിൻ്റെ ഉള്ളിൽ എന്തോ പണിയുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടി എടുത്ത് കണ്ട് ബിസി ആവാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. 2 അലൈവിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ബാക്കി അലൈവിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഇതൊക്കെ എന്തോ പുതിയ ഫർണിച്ചറിൻ്റെ സാധനങ്ങളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഈ കവറിലൊക്കെ. ഇത് മൊത്തം റമദാൻക്ക് നോമ്പല്ലേ വരുന്നത്, റമദാൻക്ക് ഹദിയ കൊടുക്കുള്ളത്. അതായത് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളത് സാധനങ്ങളൊക്കെ. ഇതിലൊക്കെ ഓരോ ഐറ്റംസാണ്, ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ മൈദയാണ്. മൈദ 10 കിലോൻ്റെ പേക്കുകൾ. ഇത് അരിയാണ്, ഓയിൽ. ഇനി ഒരുപാട് സാധനങ്ങൾ എത്താണ്ട്, ഒരുപാട് സാധനങ്ങൾ വരാണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി നോക്കിയാലോ. ഇതൊരു ചെറിയ ലൈബ്രറി കേട്ടോ. കഫീലിൻ്റെ ഉപ്പ എന്തോ വലിയ ഉസ്താദ് എന്തായിരുന്നു, മുദീർ എന്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയിക്കാൻ 2 ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഈ 2 അലോയ് വീലുണ്ട്. ഈ മരം സൈക്കിൾ പിന്നെ അവിടെ ലോക്ക് ചെയ്താണ്. ഓക്കെ. ഇതാരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴി, ലിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് പരിപാടി നോക്കിയാലോ. അലോയ് വീൽ.
ഈ സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഈ മരമുണ്ട്, ആ മരം ഇവിടെ കൊണ്ടുവച്ചു. സൈക്കിൾ ഇവിടെ ലോക്കാണ്. കഫീലിൻ്റെ അനിയൻ്റെ സൈക്കിൾ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ വർക്കൊക്കെ നമ്മൾ ചെറിയ വർക്കല്ല, അത് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് തുടക്കണം വെള്ളറ്റ്. അപ്പോൾ അതിനുള്ള പരിപാടി വെക്കാം. അപ്പോൾ നമ്മൾ തുടക്കാനുള്ള സംഭവമായിട്ട് വന്ന് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചളിയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് പൊടിയുണ്ടാവും. അങ്ങനെ 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 അപ്പം ഇന്ന് ചെറിയൊരു ഓട്ടം കൂടെ ഉണ്ട്. സമയം ഇപ്പോൾ രാത്രി 7:06. ചെറിയൊരു സാധനം വാങ്ങിക്കൊടുന്ന് കണ്ട് ഇന്നത്തെ പരിപാടി കഴിയാം. അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ വരുന്നത്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ ചെറിയ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിന്. അപ്പോൾ അത് വാങ്ങി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന സംഭവമാണ്, കുടിൽ വ്യവസായം അങ്ങനെ എന്തോ പരിപാടിയാണ്. ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ഇവിടെ മുകളിൽ പോയിട്ട് മാഡത്തിന് വിളിക്കാനാണ് പറഞ്ഞിരിക്കണത്. പോയി നോക്കുക. അപ്പോൾ നമ്മൾ സംഭവം കിട്ടിയിരിക്കണ്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തത്, നമ്മൾ റെഡിമെയ്ഡ് മേടിക്കും, പിന്നെ അത് എണ്ണയിലിട്ട് പൊരിക്കും, അങ്ങനത്തെ സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എന്തായാലും കുറേ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കി ഒരു 8-10 പീസ് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കൊണ്ടുപോയതാണ്. സമയം ഇപ്പോൾ 7:25. അപ്പോൾ നമ്മൾ സാധനം വീട്ടിലെത്തി. നമുക്കെന്ത് ചെയ്യണം, ലിഫ്റ്റിലൂടെ മുകളിലേക്ക് പറഞ്ഞേക്കാം. നേരത്തെ ഭയങ്കര ജ്യൂസാണ്, അത് റിട്ടേണാണ്. അത് കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വീട്. അതിൽ കഫീലിൻ്റെ ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠന്, അനിയന്മാർ, 2 അനിയന്മാർ, ഒരു ജ്യേഷ്ഠന്,
ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നത്. ഇവിടെ സിറ്റി ലൈഫ് മുഴുവൻ അങ്ങനെയൊക്കെ തന്നെ, കുടുംബം മുഴുവനും പിന്നെ ഫ്ലാറ്റ് അതിൽ ഓരോ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടല്ലോ. പിന്നെ ഇതാണ് ഒരു ഓസ്ട്രേലിയ ഡേ മൈ ലൈഫ് എന്ന് പറയാം. അതൊന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വലിയ ഓട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടപോലെ ചിലതെങ്കിലും വിചാരിക്കും അതിന് അന്യ നാട്ടിൽ പോയിക്കാണ്ട് ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ വീടൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനത്തെ പരിപാടി ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പിന്നെ പ്രവാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രവാസം ഏത് പണി അല്ലെങ്കിൽ നമ്മൾ കക്കാനോ അല്ലെങ്കിൽ പിടിച്ച് പറിക്കാനോ ഒന്നുമില്ല പോകുന്നത്. എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സും കാര്യങ്ങളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഞാനൊരു ഏകദേശം 2 മണിക്കൂറാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. രാവിലെ ഒരു ചെറിയ ഓട്ടം, പിന്നെ മഗ്‌രിബിൻ്റെ ശേഷം ചെറിയൊരു ഓട്ടം, പിന്നെ അല്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടുള്ള ചെറിയൊരു പണി, അങ്ങനെ ഒരു ഏകദേശം 2 മണിക്കൂറോളം എനിക്ക് വർക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും എൻ്റെ പിന്നെ അക്കൗണ്ടിൽ ഒരു ദിവസത്തെ സാലറി വന്ന് വീഴും. അത് ഏകദേശം 2000 നാട്ടിലെ 2000 രൂപേൻ്റെ 2000 രൂപയോളുണ്ടാവും. അപ്പോൾ ഈ 2000 രൂപ പോയിട്ട് നാട്ടിലൊരു 800 രൂപ തന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല പട്ടിപ്പണി എടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പ്രവാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2000 ഇപ്പം നാട്ടിൽ 2000 ഇവിടെ ഈ മാസാവസാനം ഈ ശമ്പളം ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മളെ സ്വന്തം കാര്യങ്ങളും നടക്കും, നമ്മളെ നാട്ടിലെ കാര്യങ്ങളും നടക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചം പിടിക്കാനുണ്ടാകും. അതൊക്കെ കൊണ്ടാണ് അധികം ആളുകളും പ്രവാസത്തെ പ്രണയിക്കുന്നത്. പിന്നെ നാട്ടിലിപ്പോൾ ഒരു 50,000 ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിന്നെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവർക്ക്, ലൈസൻസ് ഉള്ളൊരു ഹൗസ് ഡ്രൈവർക്ക് ഏകദേശം ഒരു 50,000 പിന്നെ നാട്ടിലൊരു 50,000 രൂപ സാലറി കിട്ടും. അതിൻ്റെ മുകളിലേക്കും കിട്ടും, അതിൻ്റെ താഴേക്ക് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു 50,000 രൂപയൊക്കെ സാലറി കിട്ടണമെങ്കിൽ നാട്ടിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പണി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ വല്ല ഗവൺമെൻറ് ജോലി വേണം. അപ്പോൾ നമ്മളെ നാട്ടിലെ കുടുംബം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും, നമ്മളെ കാര്യങ്ങൾ നടക്കും. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ പ്രവാസത്തെ പ്രണയിക്കുന്നത്. പിന്നെ അപ്പോൾ ഏതായാലും വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ, ഒരുപാട് ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, പല രീതിയിലുള്ള ജോലി എടുക്കുന്നവരുണ്ടാവും. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.